ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടകം 7. ഇന്ന് നമ്മളൊരു 7 കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ 7 ഇലകൾ ഏതൊക്കെയാണ് പരിചയപ്പെടാം. ആദ്യം നമ്മളെടുത്താണ് ചേനയുടെ ഇല, പിന്നെ നമ്മൾ എടുക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് മത്തയുടെ ഇലയാണ്. മത്തയുടെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതിനുശേഷം എടുത്തിരിക്കുന്നതാണ് നെയ്യുണ്ണിയുടെ ഇല. ഇനി നമ്മൾ എടുക്കുന്നത് പയറിൻ്റെ ഇലയാണ്. ഇനി എടുക്കാൻ പോകുന്നത് അപ്പയുടെ ഇലയാണ്. ഈ അപ്പയുടെ ഇല എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഇതിനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ ചീരയുടെ ഇല എടുത്തിട്ടുണ്ട്. ഈ ഇലകളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നാളികേരം ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്, ഓയിലല്ല എടുത്തേക്കുന്നത്. നമ്മൾ കർക്കിടകം 3-ന് 3 ഇല വെച്ചിട്ടുള്ള ഒരു കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നു. അതൊന്നായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം പയറിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പയറിൻ്റെ ഇലയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേനയുടെ ഇലയും കൂടി ഇടാം. ഇവ രണ്ടിനും നമ്മൾ എടുത്ത ഇലകളിലെ വേവ് കൂടുതലുള്ളത് ഇതിന് രണ്ടിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് രണ്ടും വേവിക്കാൻ വിചാരിച്ചത്. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ അത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ഒരു പകുതി വേവായി കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടി പിടിക്കാതെ നോക്കിയിട്ട് അടുത്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പയുടെ ഇലയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളതിലേക്ക് നെയ്യുണ്ണിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇലകൾ കൂടെ അതിൽ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളതിലേക്കൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം അതൊന്ന് പകുതി വേവായി കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്നിട്ട് അതിലേക്ക് നമ്മുടെ ചീരയുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാ ഇലകളും കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഇലകളും നന്നായിട്ട് വെന്ത് കഴിയുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഇല നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരുപാടുള്ളതായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഇലക്കറികളാണല്ലോ, അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഒരുപാട് കുറയുകയും ചെയ്യും. നമ്മൾ ബാക്കി മുമ്പ് ചേർത്തിട്ടുള്ള ഇലകളൊക്കെ അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ കുമ്പളത്തിൻ്റെ ഇലയ്ക്കും മത്തയുടെ ഇലയ്ക്കും അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് അവസാനമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ഇലയൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി, വളരെ കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും ഈ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോഴാ നമ്മുടെ എല്ലാ ഇലകളും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കർക്കിടകം 7-ത്തെ 7 ഇലക്കറി തയ്യാറായിട്ടുണ്ട്.